ഗുരുക്കന്മാർ പറയുന്നതിന് വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ട്. ഒരു തവണ കേട്ടാ പോരാ. എല്ലാ അർത്ഥവും കൂടി 500 പേജിൽ എഴുതിയാൽ തീരുന്ന കാര്യം മുഴുവൻ ചുരുക്കി പറയണമെങ്കിൽ ഒരു വരിയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് മുഴുവൻ എഴുതാൻ പറ്റുമോ? ഒന്നും രഹസ്യമാക്കി വെക്കരുത്. ഒക്കെ സുതാര്യമായിരിക്കണം. 3000 പേജ് എഴുതുക. 3000 പേജ് എഴുതുന്നതിനേക്കാൾ പ്രധാനമാണ് ഒറ്റ വരിയിൽ ഒതുക്കേണ്ടി വരില്ലേ? സ്വാഭാവികമല്ലേ? ഇക്കാരണം കൊണ്ട് തന്നെ ഗുരുവചനങ്ങളുടെ അർത്ഥം വീണ്ടും വീണ്ടും ആലോചിക്കണം. ഇപ്പൊ തന്നെ ഇറങ്ങുന്ന പുസ്തകങ്ങളും പൗരാണികമായ ഗ്രന്ഥങ്ങളും വായിച്ചു തീർന്നിട്ടില്ല. ഒരു തവണ വായിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. ചില സുഹൃത്തുക്കൾ ചോദിക്കും, ഇന്ന ജയകൃഷ്ണമൂർത്തിയുടെ മുഴുവൻ വായിച്ചിട്ടുണ്ട്, ജയകൃഷ്ണമൂർത്തി, ഓഷോ ഇവരൊക്കെ മുഴുവൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയണ പോലുള്ളൊരു മണ്ടത്തരം ഒരു തവണ വായിച്ചാൽ മതിയോ? ഒരു തവണ വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുക? അല്ല, അപ്പൊ ആയുസ് മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നാലേ നമുക്ക് വിജ്ഞാനം കിട്ടുള്ളൂ. ആയുസ് മുഴുവൻ വായിക്കേണ്ടി വരും, വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇതിനിങ്ങനെ അർത്ഥം ഉണ്ടല്ലേ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിക്കുക, സദാചാരം 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 ശ്രദ്ധിക്കുക. ഒന്നും മനസ്സിലായില്ല. താനോരോടൊക്കെ ചോദിച്ചു, ആ സദാചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം ഇപ്പൊ ക്ലാസ്സിൽ മാഷ് പഠിപ്പിക്കണ മാതിരി ഒരു മിനിമം മര്യാദയൊക്കെ വേണ്ടേ? ഒരു സദാചാര ബോധം വേണ്ടേ? പണ്ടൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ കവി കൂടിയാളാ, കവിത്വമാണ് വലുത്, സദാചാരം കവിത്വം ഇതിൽ ഏത് വേണമെന്ന് എന്നോട് ദൈവം ചോദിച്ചാൽ കവിത്വം മതിയെന്ന് ഞാൻ പറയും എന്ന് ഈ മഹാകവി പറഞ്ഞു. അത് ഹാസ്യസാഹിത്യകാരൻ സഞ്ജയം പറഞ്ഞു, അയ്യോ അങ്ങനെ ചോദിച്ച് തെറ്റായിപ്പോയി. കാരണം സദാചാരം തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു. കാര്യത്തപ്പം ഇല്ലാത്തത് വേണമല്ലോ ചോദിക്കാൻ. നല്ലൊരു ഫലിതമാണ്. ഇതിന്റെ സത്യാവസ്ഥയിലേക്കൊന്നും കിടക്കുന്നില്ല. നിത്യജീവിതത്തിൽ നമ്മൾ ഒരു സദാചാരം നമുക്കുണ്ടാവണം. ഈ ശിഷ്യൻ അത് മനസ്സിലാക്കി. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെ കാര്യം പറഞ്ഞില്ല, മദ്യപിക്കാത്തവർ കുറഞ്ഞു വരുന്ന ഒരു കാലം. പക്ഷെ നാട്ടുകാരെ കൊണ്ട് എപ്പോഴും വെള്ളാന്ന് പറയിപ്പിക്കാൻ പാടും. അയാളപ്പോ കാണാൻ പോണ്ടോ, ഫുൾ ടൈം വെള്ളാണ്. ശരിയാണ്. നടന്നു പെണ്ണ് കിട്ടുക, അവിടെയുണ്ട് ഒരു ഭാര്യ, ഇവിടെയുണ്ട് ഭാര്യ, ഏതിലേക്കോ മക്കളുണ്ട്, ഇയാൾക്കെന്നെ അറിയില്ല. ശ്രദ്ധിക്കണ്ടേ? ചില പുകവലി തുടങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ അവനവന്റെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടെങ്കിലും അത് ചെയ്യാതിരിക്കണ്ടേ? ഈ സദാചാരം നമുക്ക് ഉണ്ടാകണം. ഇയാള് പറഞ്ഞു ശരിയാണ്, പൊതു മധ്യത്തിൽ നമ്മൾ ചെയ്യരുത്. ഒരു സദാചാരം നമുക്ക് ജീവിതത്തിൽ ആള് മര്യാദക്കാരനാണ് തോന്നിക്കണം. പിന്നീട് ഗുരുവിനെ കാണാൻ പോയി. ഗുരു പറഞ്ഞു, സദാചാരം 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 ഇതല്ല, എനിക്കൊന്നും പറയാനില്ല. ഇയാൾ ആലോചിച്ചു, സദാചാരം എന്ന് പറഞ്ഞപ്പോ ഇതല്ലേ? ഇതുവരെ നമ്മൾ വിചാരിച്ച സദാചാരം അല്ലേ? റിസർച്ച് ചെയ്തു. അപ്പൊ പറഞ്ഞു കൊടുത്തു,
അല്ല, വേറെയാണ് അർത്ഥം. സദാചാരമാണ് നാം എന്ന ഓർമ്മ ഉണ്ടാകണം. എല്ലാവർക്കും വേണം. മരിച്ചാൽ എപ്പോഴാ എടുക്കുക എന്നാ ചോദിക്കുക. താഴെ കടത്തി കഴിഞ്ഞു, എപ്പോഴാ എടുക്കുക? ഇപ്പൊ ഏതൊക്കെയോ ഇലക്ട്രിക്കൽ ക്രിമറ്റോറിയം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡപ്പിയിൽ ചാരം മാത്രം അങ്ങോട്ട് കിട്ടും. ഒരു പിടി ചാരമാണ് എന്ന വിചാരം നമുക്കുണ്ടാകണം. സദാചാരം. ഈ ധാരണ ഒട്ടുമില്ലാതെ ജീവിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അവര് കാര്യമേ വിചാരിക്കുന്നില്ല. സദാചാരമാണ് ഞാൻ എന്ന ധാരണ ഉള്ളിൽ ഉണ്ടാകണം. ജീവിതത്തിലെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈ ധാരണ വേണ്ടേ? ഗുരുനാഥൻ പറഞ്ഞത് ശരിയല്ലേ? പിന്നീട് ഗുരുനാഥനെ കാണാൻ പോയി. എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളൂ, സദാചാരം സദാചാരം സദാചാരം. വന്നു ഗുരുനാഥന്റെ അവിടുന്ന് പോന്നപ്പോ ഇതുവരെ തോന്നാത്തൊരു ബുദ്ധി തോന്നി. 3 തവണ സദാചാരം പറഞ്ഞ ആദ്യം വിചാരിച്ച് ഒരേ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നാണ്. സദാചാരം 3 തവണ പറയും. നമുക്കൊക്കെ ഒരു സദാചാരബോധം വേണം. സദാചാരമാണ് എന്നുള്ള ഒരു വിചാരം ഉണ്ടാവണം. ഗുരുനാഥൻ എന്താ ഈ സദാചാരം 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 3 തവണ പറഞ്ഞു? നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിക്കണം. 10,000-കണക്കിന് കൊല്ലങ്ങളിലെ കാലത്തെ അതിജീവിച്ച ഗ്രന്ഥങ്ങൾ ഒരു തവണ അങ്ങോട്ട് നോക്കിയാൽ മതിയോ? ഒരു തവണ വെറുതെ നോക്കിയാൽ മതിയോ? അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ മനസ്സിലായി മൂന്നാമത്തെ സദാചാരത്തിന്റെ അർത്ഥം. നമ്മളിത് അറിയണം. എന്താണ് മൂന്നാമത്തെ സദാചാരം? ടൗണിൽ പല പ്രശ്നമുണ്ട്, ആളുകൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്. എന്താ അവിടെ ഉണ്ടായി? അടിയും പിടിയും ഉണ്ടായത്തിൽ കാണാൻ പോണവരുണ്ടാവും. ആളുകൾ പല ടൈപ്പാണുള്ളത്. ഒരു തവണ സമുദ്രതീരത്തുള്ള കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ ഏതോ റെക്കോർഡിങ്ങിന് പോയപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എല്ലാവരും സമുദ്രതീരത്തിന് പോകണമെന്ന് അനൗൺസ്മെന്റ് വന്നു. വാഹനമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് മാനാഞ്ചിറയിലേക്ക് ആളുകൾ ഓടുകയാണ്. അതിനേക്കാൾ വലിയ ജനക്കൂട്ടം കാഴ്ച കാണാൻ ഇങ്ങോട്ട്. കാഴ്ച കാണാൻ വരുന്നവര് ഈ അനൗൺസ്മെന്റ് എന്താ ഇപ്പം ഉണ്ടാവണത്? സമുദ്രം വീണ്ടും സുനാമിയുടെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ മാറി നിൽക്കുക, സദാചാരനാണ് എന്ന് മനസ്സിലാക്കുക. ചാരനെ പോലെ ജീവിക്കുക. ചാരൻ എന്ത് ചെയ്യും? ഒന്നും മിണ്ടാതൊരു മൂലയ്ക്ക് വെക്കും. അപ്പൊ പല കാഴ്ചകളും കാണും ചാരൻ. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനും എഴുതി വെക്കാനും ഉള്ളതാണ്. വലിയ വർത്താനൊന്നും പറയില്ല. വേണമെങ്കിൽ ചാരൻ ഇങ്ങോട്ട് ചിലതൊക്കെ ചോദിക്കും. ചാരൻ ഒന്നും പറഞ്ഞു തരില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? നമ്മൾ ജീവിതത്തിൽ ചാരനാവണം. ആരെ കണ്ടാലും അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ചാരനല്ലേ? നമ്മൾ ഒന്നിന്റെ ഒരു ഭാഗമാവുകയും ചെയ്യരുത്. ചാരൻ ഒരു പോലീസ് കേസിലും പെടരുത്. കാരണം ചാരൻ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. നിരീക്ഷണം മാത്രം. നടക്കുന്ന സംഭവങ്ങളെ ചുറ്റും ചാരൻ നിരീക്ഷിക്കും. ചാരൻ ഉള്ളിൽ വിചാരിക്കണ്ടാവും, ഇതുപോലെയൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ, ഇതിന്റെയൊക്കെ ഭാവി അറിയാം, ഇപ്പൊ എന്താ വർത്തമാനം. ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോൾ ചാരങ്ങനെ ചിരിക്കും.
കുറെ പ്രണയം കണ്ടാണ്. പ്രണയിച്ചു, കല്യാണം കഴിച്ചു, 6 മാസം കഴിഞ്ഞു, ഡൈവേഴ്സായി, രണ്ടാമതൊരു പ്രണയം തുടങ്ങി. അറിയാലോ കഥകൾ. ചാരൻ ഇതൊക്കെ നോക്കും, ഒന്നും മിണ്ടില്ല, ഒരഭിപ്രായവും പറയും. നമ്മുടെ അകത്തൊരു ചാരൻ ഉണ്ടാകണം. ഒന്നുമില്ലാത്തൊന്നും മാറി. എന്തൊക്കെയോ നമ്മളിൽ കാണുന്നു, കേൾക്കുന്നു. നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല. സദാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചാരനായിട്ടാണ്. ചാരന്റെ ഡ്യൂട്ടി ഇവിടെ എല്ലാം കണ്ടിട്ട് ആരയച്ചോ ആ ആൾക്ക് ഇൻഫർമേഷൻ കൊടുക്കലാണ് ചാരന്റെ ഡ്യൂട്ടി. അങ്ങനെ വരുമ്പോ ഗുരു സദാചാരം 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 എന്ന് 3 തവണയ്ക്ക് പകരം 4 തവണ പറഞ്ഞിരുന്നാലും അതിന് അർത്ഥതലങ്ങളുണ്ട്. ധന്യമായ ജീവിതത്തിലൊക്കെ 10 മിനിറ്റിൽ ഒതുങ്ങുന്ന പ്രഭാഷണമാണ്. നാളെ വേറൊരു ആംഗിളിൽ മറ്റൊരു കാര്യം പറയും. പതിവായി കേൾക്കുന്ന എൻ്റെ മിത്രങ്ങളോട് നന്ദി പറയുന്നു. നമസ്കാരം.